ഇപ്പോൾ ബൂത്തിലെ തിരക്ക് അവസാനിച്ചു. അരുൺ, തിരക്ക് അവസാനിച്ചിട്ടില്ല. ഇനിയും 50-ൽ താഴെ, ഇപ്പോൾ കുറച്ചു മുമ്പ് ഒരു 48-ാം നമ്പർ ടോക്കൺ ആളും വോട്ട് രേഖപ്പെടുത്തി പുറത്തേക്ക് പോയിരുന്നു. ഇപ്പോൾ എന്തോ ചെറിയ സംസാരമകത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു സംശയം എന്തോ ഉണ്ട്, എന്തോ ഒരു പ്രശ്നം. ഇനി പുരുഷന്മാർ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഏതാണ്ട് സ്ത്രീകൾ 69 സ്ത്രീകളുണ്ടായിരുന്നു. അവർ വോട്ട് ചെയ്ത് മടങ്ങിയിരുന്നു. പുരുഷന്മാർ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇപ്പോൾ വോട്ട് ചെയ്ത് മടങ്ങിയ ഒരാളുടെ പേരുമായി ബന്ധപ്പെട്ട് ഒരു കൺഫ്യൂഷൻ അവിടെ ഇരുന്ന ഏജന്റുമാർ ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെ വോട്ട് ചെയ്ത് ഏറ്റവും ഒടുവിൽ വോട്ട് ചെയ്ത് മടങ്ങിയ ആളെ ഇപ്പോൾ തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. തിരിച്ചു വിളിച്ചത് കുറച്ചുകൂടി ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് വെരിഫൈ ചെയ്യാൻ വേണ്ടി പോലീസും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും അകത്തേക്ക് കൊണ്ടുപോകുന്നു. തളിയിലെ 7-ാം നമ്പർ ബൂത്തിലാണ്. ഈ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ക്യൂ തുടരുന്നുണ്ട്. അതിലേറ്റവും അവസാനം ഈ ക്യൂ നിന്ന് ടോക്കൺ വാങ്ങി വോട്ട് രേഖപ്പെടുത്തി പോയ ഒരാളുടെ പേരിലാണ് ഏജന്റുമാരെന്തോ സംശയം ഉന്നയിച്ചത്, പോളിംഗ് ഏജന്റുമാരെന്തോ സംശയം ഉന്നയിച്ചത്. ഇപ്പോൾ ആ മടങ്ങിയ ആളെ പോലീസ് മടക്കി വിളിച്ചിരിക്കുന്നു. ഇപ്പോൾ അത് ആ സംശയം ദൂരീകരിച്ച് അദ്ദേഹത്തെ വിടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. പേരുമായി ബന്ധപ്പെട്ട എന്തോ സംശയം എന്നുള്ളതാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. അരുൺകുമാർ എന്തായാലും അദ്ദേഹത്തെ ഇപ്പോൾ അവിടെ നിർത്തിയിട്ടുണ്ട്. ഏജന്റുമാരും പോലീസും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സംശയം ദൂരീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാനാവുന്നത്. ഏതൊരു കൺഫ്യൂഷൻ ഉയർന്നു വന്നതാണ്. ഇനി ഏതാണ്ടൊരു 45ഓളം ആളുകളാണ് ഇനിയും ഇവിടെ വോട്ട് രേഖപ്പെടുത്താനായി ഉള്ളത്. പുരുഷന്മാരാണ് അവർ. ഏതാണ്ട് 1 മണിക്കൂറിനകം ആ വോട്ടുകൾ രേഖപ്പെടുത്തി കഴിയുമെന്നുള്ളതാണ് മനസ്സിലാക്കാനാവുന്നത്. 3-4 ബൂത്തുകളിൽ മാത്രമാണ് ക്യൂ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അല്ലമീൻ നിൽക്കുന്ന ബൂത്തിലാണ് അല്പമെങ്കിലും ക്യൂ ഉള്ളത്.